കുട്ടികളെന്നോ വൃദ്ധരെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസമില്ലാതെ കൊന്നൊടുക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ കൊടും ക്രൂരതയിൽ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം കൂടി പുറത്ത്. ഗസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ മൃതദേഹങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം ആന്തരികാവയവങ്ങൾ മോഷ്ടിച്ചതായാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വിട്ടു നൽകിയ 80 മൃതദേഹങ്ങൾ വികൃതമാക്കിയ നിലയിലായിരുന്നു ലഭിച്ചത്. മൃതദേഹങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ആന്തരികാവയവങ്ങൾ മോഷ്ടിച്ചെന്ന കാര്യം സ്ഥിരീകരിച്ചത്. മൃതദേഹങ്ങളിൽ നിന്ന് സുപ്രധാനമായ അവയവങ്ങൾ മോഷ്ടിക്കുന്നതായി യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ജനീവ ആസ്ഥാനമായുള്ള യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. വടക്കൻ ഗസയിലെ അൽഷിഫ ഇന്തോനേഷ്യൻ ആശുപത്രികളിൽ നിന്ന് ഡസൻ കണക്കിന് മൃതദേഹങ്ങൾ ഇസ്രായേലി സൈന്യം പിടിച്ചെടുത്തതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് അവയവ മോഷണത്തിനു വേണ്ടിയാണെന്ന് ആരോപണം ഉയർന്നിരുന്നെങ്കിലും ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ കൊലപ്പെടുത്തിയ ശേഷം സൂക്ഷിച്ചിരുന്ന 80 പേരുടെ മൃതദേഹങ്ങൾ കൈമാറിയിരുന്നു. വികൃതമാക്കിയ നിലയിലായിരുന്നു മൃതദേഹങ്ങളെല്ലാം. മൃതദേഹങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കരൾ, വൃക്കകൾ, ഹൃദയം, കോക്ലിയകൾ, കോർണിയകൾ തുടങ്ങിയ സുപ്രധാന അവയവങ്ങൾ നഷ്ടപ്പെട്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. ഗസയിലെ മെഡിക്കൽ വിദഗ്ധരുടെ പരിശോധനയിലാണ് അവയവ മോഷണം വ്യക്തമായതെന്ന് ഗസ സർക്കാരിന്റെ മീഡിയ ഓഫീസ് അറിയിച്ചു. ഇസ്രായേൽ വിട്ടുനൽകിയ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും കൊല്ലപ്പെട്ടവരുടെ പേരുകളോ അവരെ തട്ടിക്കൊണ്ടുപോയ സ്ഥലങ്ങളോ വ്യക്തമാക്കാൻ അധിനിവേശ ഭരണകൂടം തയ്യാറായില്ലെന്നും ഗസ മീഡിയ ഓഫീസ് അറിയിച്ചു. അൽഷിഫ ആശുപത്രിയിലെ ഒരു അങ്കണത്തിലെ കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് ഇസ്രായേൽ അധിനിവേശ സൈന്യം മൃതദേഹങ്ങൾ പുറത്തെടുത്തിരുന്നതായി നേരത്തെ ആശുപത്രി ജീവനക്കാരനും വെളിപ്പെടുത്തിയിരുന്നു. മൃതദേഹങ്ങൾ തട്ടിക്കൊണ്ടുപോവുകയും അവയവങ്ങൾ മോഷ്ടിക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടിയെക്കുറിച്ച് അന്വേഷിക്കാൻ സ്വതന്ത്രമായ ഒരു അന്താരാഷ്ട്ര അന്വേഷണ സമിതി രൂപീകരിക്കണമെന്ന് മനുഷ്യാവകാശ സംഘടനയായ യൂറോമെഡ് മോണിറ്റർ ആവശ്യപ്പെട്ടിരുന്നു. സുരക്ഷാ പ്രതിരോധങ്ങൾ എന്ന് പറഞ്ഞ് മനുഷ്യാവയവങ്ങൾ അനധികൃതമായി കടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കേന്ദ്രമാണ് ഇസ്രായേൽ എന്നും സംഘടന ആരോപിച്ചിരുന്നു. മുൻകാലത്തും ഇസ്രായേൽ അധിനിവേശ സൈന്യം വടക്കൻ ഗസ നഗരമായ ജബലിയയിൽ ഖബർസ്ഥാൻ കുഴിച്ചെടുക്കുകയും ഫലസ്തീൻ രക്തസാക്ഷികളുടെ മൃതദേഹങ്ങൾ മോഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ അധിനിവേശ സൈന്യം വികൃതമാക്കിയ മൃതദേഹങ്ങൾ തെക്കൻ ഗസ നഗരമായ റഫയിലെ കൂട്ടക്കുഴിമാടത്തിലാണ് ഖബറടക്കിയത്. മരണപ്പെട്ട ഫലസ്തീനികളുടെ മൃതദേഹങ്ങൾ കൈവശം വെക്കുന്നതും അവയവങ്ങൾ മോഷ്ടിക്കുന്നതും ഇസ്രായേൽ നിയമവിധേയമാക്കിയിരുന്നു. 2019 ഇസ്രായേലി സുപ്രീം കോടതി വിധി പ്രകാരം സൈനിക ഭരണാധികാരിക്ക് പ്രത്യേക സെമിത്തേരികളിൽ മൃതദേഹം താൽക്കാലികമായി അടക്കം ചെയ്യാൻ അനുമതി നൽകി. 2020 അവസാനത്തോടെ ഇസ്രായേലി പാർലമെന്റായ നെസറ്റ് ഫലസ്തീനികളുടെ മൃതദേഹങ്ങൾ കൈവശം വെക്കാൻ സൈന്യത്തിനും പോലീസിനും അനുമതി നൽകുന്ന നിയമം പാസാക്കി. ഇത്തരത്തിൽ മോഷ്ടിക്കുന്ന മൃതദേഹങ്ങൾ ഇസ്രായേൽ യൂണിവേഴ്സിറ്റികളിലെയും സ്കൂളുകളിലെയും മെഡിക്കൽ ലാബുകളിൽ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇസ്രായേലി ഡോക്ടറായ മീര വെയ്സ് തൻ്റെ ഓവർ ദെയർ ബോഡീസ് എന്ന പുസ്തകത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. മരണപ്പെട്ട ഫലസ്തീനികളുടെ മനുഷ്യാവയവങ്ങളും ചർമ്മവും അവരുടെ ബന്ധുക്കളുടെ അറിവോ അംഗീകാരമോ ഇല്ലാതെ മോഷ്ടിച്ചതായി ഇസ്രായേലിലെ അബു കബീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറൻസിക് മെഡിസിൻ മുൻ ഡയറക്ടർ യഹൂദ ഹെസ് നൽകിയ മൊഴികളാണ് പുസ്തകത്തിൽ കൂടുതലായും ഉണ്ടായിരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.